ഡേ 1 തൊട്ട് ഡേ 7 വരെ 1 വീക്കിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു രീതിയിൽ അത് ബോർ അടിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ റൈറ്റ് ടേൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവിടെ പോയി നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പക്ഷേ ഡേ 1 തൊട്ട് ഡേ 7 വരെ, അതായത് 1 വീക്കിൻ്റെ ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു രീതിയിലും അത് ബോറടിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് 150 ഗ്രാമിൽ കൂടുതൽ നോൺ വെജ് നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാൻ പാടില്ല. സോ ഞാൻ ഓപ്ഷൻസ് തരുന്നുണ്ടെങ്കിലും അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് അതൊന്ന് കൗണ്ട് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഏത് ഇന്ന് എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ടുഡേയ്സ് വീഡിയോ. ഫസ്റ്റ് ഡേയിൽ ടൊമാറ്റോ, ക്യുക്കുംബർ, ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സെക്കൻഡ് ഡേയിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗും കീറ്റോ ഫ്രണ്ട്ലി വെജീസും ഉപയോഗിച്ചൊരു സലാഡ് ഉണ്ടാക്കാം. മൂന്നാമത്തെ ദിവസം ചിക്കനും അതുപോലെ തന്നെ കീറ്റോ ഫ്രണ്ട്ലി വെജിറ്റബിൾസ് വെച്ചിട്ട് സലാഡ്. നാലാമത്തെ ദിവസം നമുക്ക് പനീർ വെച്ചിട്ട് ഫ്രൈ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പനീർ ടിക്ക കഴിക്കാവുന്നതാണ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് സോസേജ് കഴിക്കാം. പക്ഷേ സോസേജ് അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്ക്രാമ്പിൾഡ് എഗ്ഗ് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗ് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ച് വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് എഗ്ഗ് റോൾ കഴിക്കാം. ഇതിനകത്ത് വെജിറ്റബിൾസും സോസേജും ചിക്കനും ഒക്കെ സ്റ്റഫിങ് ചെയ്യാം. നെക്സ്റ്റ് ഡേയിൽ ചീസ് ഓംപ്ലേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം, നല്ല ഡിലീഷ്യസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ലഞ്ച് ഓപ്ഷൻസ് കോളിഫ്ലവർ റൈസും ഏതെങ്കിലും ഒരു ഫിഷ് കറി നമുക്കെടുക്കാം. അതിൻ്റെ അടുത്ത ദിവസം കോളിഫ്ലവർ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം നമുക്ക്. പിന്നെ കോളിഫ്ലവറിൻ്റെ തന്നെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ചില്ലി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പക്ഷേ കീറ്റോ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ വെണ്ടയ്ക്ക തോരൻ, അല്ലെ വഴുതനങ്ങ തോരൻ, അല്ലെ തടിയങ്ക തോരൻ, അല്ലെങ്കിൽ പൊട്ടക്രൂസ് തോരൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതല്ലെങ്കിൽ മെഴുകുപുരട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കോളിഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം. ഇതിനകത്ത് നന്നായിട്ട് നിങ്ങൾക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. നല്ല രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വെക്കാം. പിന്നെ ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സൈഡ് ഡിഷായിട്ട് വഴുതനങ്ങ ഫ്രൈ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അവിയൽ തന്നെ നമുക്ക് എഗ് അവിയൽ റെസിപ്പീസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കീറ്റോ ഫ്രണ്ട്ലി അവിയൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിഷ് കറിയാണ് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഗ്രിൽഡ് ചിക്കൻ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ബീഫിലോട്ട് പോകാം. ബീഫ് വരട്ടിയോ ഉലർത്തിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തോ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു ബൗൾ വെജീസ്, കീറ്റോ ഫ്രണ്ട്ലി വെജീസ് വെച്ചിട്ടൊരു സലാഡ് കഴിക്കാൻ മറക്കരുത്. ഡിന്നർ ഏത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലഞ്ച് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്ന. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കാണും. പിന്നെ എന്തെങ്കിലും ഇതേപോലുള്ള ഡയറ്റ് ചാർട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. അതുപോലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കീറ്റോ ഡയറ്റ് ചെയ്തിരുന്ന സമയത്തും നിങ്ങൾ ഹെൽത്തിഫൈ മീ എന്നുള്ള ആപ്പിൽ നിങ്ങളുടെ കാലറി ഇൻടേക്ക് നിങ്ങൾ കൗണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര കാർബ്സ് വളരെ കുറച്ചാണ് നിങ്ങൾ കഴിക്കേണ്ടത് അറിയാമല്ലോ. അപ്പോൾ ഒരു 20 to 25 ഗ്രാംസേ ഒരു കാർബ്സ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഫോർ എക്സസീവ് എന്താ പറയുക എക്സ്ട്രീം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും, ഇപ്പം ഹെൽത്തിഫൈ മീ തന്നെയില്ല, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് കാലറി ഇൻടേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെറും വേസ്റ്റായി പോകത്തില്ലേ. സോ അത് നിങ്ങളൊന്ന് നോക്കുക, അത് മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.